ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ രേവതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അച്ചമ്മ വീട്ടിലിരുന്ന് തൻ്റെ മുറിയിലിരുന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ സങ്കടത്തോടു കൂടിയാട്ടോ നമ്മുടെ രേവതി ഇരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, രേവതി ശരിക്കും ആ വീട്ടിലിപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ആരും രേവതിയുടെ കാര്യങ്ങൾ നോക്കാനൊന്നുമില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താകും അവിടുത്തെ അവസ്ഥ എന്നോർത്തിട്ടുള്ള ഒരു ടെൻഷൻ ശരിക്കും രേവതിയുടെ മനസ്സിലുണ്ട്. എന്തായാലും കിടന്നിട്ട് ഉറക്കമൊന്നും വരാതെ നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുക. താലി കെട്ടിയവനാണെങ്കിൽ നേരത്തോട് നേരം കഴിയുന്നതിന് മുൻപേ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് പോയി. അപ്പോൾ പിന്നെ ആരും ഇല്ലല്ലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് രേവതിയെ കണ്ടിട്ട് ചന്ദ്രയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ രേവതി അടുക്കളയിലേക്ക് കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പോൾ അങ്ങനെ രേവതി കയറി ചെല്ലുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പാത്രം കഴുകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രേവതി എടുക്കുന്ന ഓരോ സാധനങ്ങളും ചന്ദ്ര എടുക്കുന്നതിനേക്കാളും അളവ് കൂടുതലായിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുമല്ല, രേവതിക്ക് എന്തോ ഒരു വല്ലാത്ത കുറവുള്ളതുപോലെയൊക്കെ ചന്ദ്ര സംസാരിക്കുക. അതെ, ഇങ്ങനെ ചുമ്മാ എടുത്ത് വലിച്ചു വാരി കളയാനുള്ളൊന്നും ഇവിടെ ഇരിപ്പില്ല, അങ്ങനെയോ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം മരുമകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് രാവിലെ എഴുന്നേറ്റപ്പം ചന്ദ്രയുടെ തനി സ്വഭാവം എന്താണെന്ന് രവിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ രവിയേട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നപ്പോൾ എന്താ, മരുമകൾ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ജോലി ചെയ്യുന്ന രേവതിയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഈ ചന്ദ്ര എന്ത് പണി കാണിച്ചെന്നറിയാവോ? അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ, അതായത് ചന്ദ്ര വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ മുളക് പൊടി ആവട്ടെ, മല്ലിപ്പൊടി ആവട്ടെ, അങ്ങനെയുള്ള പൊടി ഐറ്റംസൊക്കെ എത്ര അളവുണ്ട് എന്നുള്ളതും വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ അങ്ങനെ എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിനകത്തൊരു വരയൊക്കെ വരച്ചു വെക്കുക. അപ്പോൾ ആ പൊടിയുടെ അളവിൽ വരച്ചു. ആ വരയ്ക്ക് താഴോട്ട് എത്രത്തോളം രേവതി എടുത്ത് ചിലവാക്കുന്നുണ്ട് എന്നുള്ളതിനാണ് വേണ്ടിയിട്ട് ആ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ രേവതി ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം അളവ് കുറഞ്ഞാലും അതിൻ്റെ കുറ്റം രേവതിക്ക് തന്നെയാണെന്ന് ഇവിടെ നിന്ന് ചന്ദ്ര പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു, അതിനെല്ലാം കുറ്റങ്ങളും കുറവുകളും. എന്നിട്ട് നേരെ രവിയേട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ അതൊക്കെ പറയുന്നു. എൻ്റെ മോനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് എത്ര നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ മോൻ ഒളിച്ചോടി പോയെങ്കിൽ അവൻ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അല്ലെന്നുണ്ടായിരുന്നെങ്കിലേ അവൻ്റെ ജീവിതം തന്നെ തീർന്നു പോയേനെ. അമ്മാതിരി മുതലാ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഒരു സാധനത്തിൽ എൻ്റെ വില അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതെങ്ങനെയാ പോയിട്ട് നടന്നവൾക്ക് എങ്ങനെയാ ഈ കാശിൻ്റെ വില അറിയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുമാതിരി വർത്തമാനവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടന് ഭയങ്കര സങ്കടമായി. രവിയേട്ടൻ എന്നിട്ട് ഈ ചന്ദ്രയെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, നീ എന്തൊരു വർത്തമാനമൊക്കെ ഈ പറയുന്നേ? അപ്പോൾ സങ്കടപ്പെട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം നീ എന്ത് വർത്തമാനമൊക്കെ ഈ പറയുന്നേ? എടി, ആ കുട്ടി നമ്മുടെ കുടുംബത്തിൽ കയറി വന്നാണ്, നമ്മുടെ മരുമകളല്ല, അവൾ നമ്മുടെ മകളാ. അവളെ മകളായിട്ട് കാണണം, അവളെ മകളായി സ്നേഹിക്കണം തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മകളായി കാണുകയും സ്നേഹിക്കുകയും ഒക്കെ നിങ്ങൾക്ക് പറ്റിയ പണി, എനിക്ക് പറ്റിയ പണിയല്ല. എന്നെ അതിനൊന്നും കിട്ടത്തുമില്ല, എനിക്കിട്ട് പറ്റത്തുമില്ല. എനിക്ക് അവളെ കാണുന്നത് തന്നെ കലിയാണെന്ന് പറഞ്ഞു. ചന്ദ്രേ, നിനക്കൊരാപത്ത് വന്നാൽ നീയൊന്ന് വീണുപോയാൽ നിന്നെ താങ്ങാനുള്ളവൾ ആ കുട്ടി. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോളണമെന്ന് പറഞ്ഞു. ഇനി മേലിൽ ആ കുട്ടിയുടെ നേർക്ക് നിന്റെ യഥാർത്ഥ സ്വഭാവം എടുക്കാൻ നീ നിന്നാലേ എൻ്റെ തനി നിറം നീ കാണുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് കാണിച്ചാലും വേണ്ടില്ല. നീ ഇപ്പോഴും തുള്ളുന്നത് നിന്റെ ഒളിച്ചോടിപ്പോയ മകനെക്കുറിച്ച് ഓർത്തിട്ടില്ലേ? അവനെങ്ങാനും എൻ്റെ കൺമുന്നിൽ കണ്ടാൽ അവനെ ഞാൻ വെച്ചേക്കുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ ഒതുക്കമായി. 50 ലക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ചന്ദ്രൻ മിണ്ടത്തില്ല. കാരണം ചന്ദ്രയെ കൊണ്ട് കൊടുക്കാൻ പറ്റിയ കാര്യമല്ല, ആ മനുഷ്യൻ്റെ ആയുസ് മുഴുവൻ പണിയെടുത്ത പൈസയാണത്. അതുകൊണ്ടാണ് അവൻ മുങ്ങിയത്. എന്തായാലും ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി വന്ന് പിറ്റേ ദിവസം തന്നെ കല്ലുകടി തുടങ്ങി. അപ്പോൾ മുറിയിൽ ചെന്ന് അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട്, അച്ഛൻ എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക. അച്ഛൻ എന്തിനാ എന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചത്? എൻ്റെ ജീവിതം എന്തിനാ അച്ഛൻ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ ചോദിച്ചു. ഞാൻ നമ്മുടെ വീട്ടിൽ സന്തോഷമായിട്ട് കൊള്ളില്ലായിരുന്നോ? ഇപ്പം എൻ്റെ ജീവിതത്തിൽ ആ സന്തോഷം, നമ്മുടെ കുടുംബത്തിൽ എത്ര പട്ടിണിയും പരിവട്ടോ അല്ലെങ്കിൽ കടങ്ങളും ബാധ്യതകളും ആയിരുന്നെങ്കിലും എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പോയില്ലേ അച്ഛാ എന്നൊക്കെ ചോദിച്ചു ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറയാം. അപ്പോഴേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. രവിയേട്ടൻ അങ്ങ് വന്നപ്പം അച്ഛൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ട് ഈ അച്ഛനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ രേവതി. മോൾക്ക് ചന്ദ്ര പറഞ്ഞൊക്കെ സങ്കടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ മോൾക്ക് സങ്കടമായി എന്നുള്ള
പറയാനുള്ള കാര്യം? മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ആ മകനെ അന്നത്തെ ദിവസം കാണാതെ ആയതിൻ്റെയും പിന്നെ അവൻ ചെയ്തതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ സച്ചിയോട് അവൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അവൾ കാണിക്കുന്നത്. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഈ വീട് മോളുടെ വീടാണ്. ഞങ്ങൾ മോളുടെ അച്ഛനും അമ്മയാണ്. മോളുടെ അമ്മ ലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞാൽ മോളത് സഹിക്കില്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ചന്ദ്ര പറയുന്നതും എൻ്റെ മോള് സഹിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ചന്ദ്ര നിന്നെ മനസ്സിലാവും. ചന്ദ്രൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങും. എൻ്റെ മോളൊന്നും ഓർത്ത് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്ത്, ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക നമ്മുടെ രവിയേട്ടൻ. നേരത്തേക്കും ഇല്ല കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ. രേവതി അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രവിയേട്ടൻ ആ മോളെ ഓർത്ത് ഇങ്ങനെ സങ്കടവും അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മോളെ കിട്ടിയതിൻ്റെ സന്തോഷവും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ ഈ ചന്ദ്ര കാണിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ പിന്നെ നമ്മുടെ രേവതി ചെവി കൊടുക്കാതായി. കാരണം അത് എന്ത് ചെയ്താലും കുറ്റമാണെന്ന് രേവതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രേവതി ഒരു പരിധി കൂടുതൽ ചന്ദ്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, എന്നാലും എത്ര പ്രാധാന്യം കൊടുത്തില്ലെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിലിരുന്ന ഒരാൾ നമ്മളെ മാനസികമായി ഇങ്ങനെ വേദനിപ്പിക്കുമെന്ന് നമ്മളവിടെ അറിയാതെ കുറച്ച് നേരമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ച് പെട്ടു പോകുമല്ലോ. അതുപോലെ തന്നെ രേവതിയുടെ കാര്യത്തിലും ഉണ്ട്. അങ്ങനെ ആ ഒരു ട്യൂണിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ സച്ചിയെ നമ്മുടെ രവി, അതായത് സച്ചിയും കൂടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി അഹങ്കാരം ഈ ചന്ദ്ര കാണിക്കുമെന്നുള്ള കാര്യം രവിയേട്ടന് അറിയാം. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വന്നെന്നും പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അച്ഛൻ വിളിച്ചതുകൊണ്ട് മകൻ വരാൻ തീരുമാനിച്ചു. മകൻ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും, ഓ പോയവൻ വന്നോ, എന്ത് കാണാമെന്നോ, നീ പോയിട്ട് നിനക്ക് മോക്ഷം കിട്ടിയോ, നിനക്ക് പുണ്യം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചായി പിന്നെ ചന്ദ്ര. അങ്ങനെ അമ്മയും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതൊക്കെ പറഞ്ഞു വഴക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് രേവതി ഇങ്ങോട്ടേക്ക് വന്നു. നിന്നെ പ്രതീക്ഷിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നൊരു പെൺകുട്ടി ഇട്ടിട്ട് പോയ നീ ഒരു മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിച്ചു രവിയേട്ടൻ. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ രേവതിയുടെ നേരെ സച്ചി. അപ്പോൾ എന്തിനാ എന്നെ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെയാ, അത് നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സ്ഥിരം ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പണ്ടത്തെ പോലെയല്ല നീ ഇനിയൊരു ഭർത്താവാണെന്ന്, നിനക്കൊരു കുടുംബമുണ്ട്, നിന്നെ നോക്കിയൊരു ഭാര്യ ഇരിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്നും മിണ്ടാതെ സച്ചി മുറിയിലേക്ക് കയറിപ്പോയി. സച്ചി മുറിയിലേക്ക് കയറിപ്പോയ സമയത്ത് നമ്മുടെ രേവതി അങ്ങനെ പോണോ അതോ നിൽക്കണോ ഒന്നും അറിയാതെ നിൽക്കുക പാവം. പോയാൽ കെട്ടിയവൻ്റെ പുറകെ പോയെന്ന് പറയും, പോയില്ലെങ്കിൽ കെട്ടിയവൻ്റെ കാര്യം നോക്കിയില്ലെന്ന് പറയും. എങ്ങനെ പോയാലും പെണ്ണുങ്ങൾക്കാണല്ലോ കുറ്റം. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുമ്പം അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ രവിയേട്ടൻ തന്നെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി മുറിയിലേക്ക് കയറി ചെല്ലുക. സച്ചി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ സച്ചിയുടേതായ സ്റ്റൈലുകളും കാര്യങ്ങളും ഒന്നുമല്ല, എല്ലാം രേവതിയുടേതായ അടുക്കും ചിട്ടകളും വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി എന്നിട്ട് കയറി ചെന്ന രേവതിയോട് ഭയങ്കരമായിട്ട് ചൂടാവുക. അതെ, എനിക്ക് എൻ്റേതായ ശീലങ്ങളും എൻ്റേതായ ഇഷ്ടങ്ങളും ഉണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ മുറിയിൽ കഴിയുന്നത്, അങ്ങനെ കഴിയാൻ പറ്റുന്നവർ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ അമ്മയ്ക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്മ അവിടെ നിന്ന് അമ്മായിമ്മ പോരായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവ്, സ്നേഹം കൊടുക്കേണ്ട ഭർത്താവ്, അത് പിന്നെ കിട്ടില്ല, അത് വേറൊരു സത്യം. സ്നേഹം കൊടുക്കേണ്ട ഭർത്താവ് ആ രീതിയിൽ അതിനെ വേദനിപ്പിക്കുന്നു. അപ്പം സച്ചിയുടെ അടുത്ത് പിന്നെ അങ്ങനെ മിണ്ടാട്ടം മുട്ടിയൊന്നും നമ്മുടെ രേവതി നിൽക്കില്ല, സംസാരിക്കാനുള്ളത് സംസാരിക്കും. അങ്ങനെ കുറേ നേരം ഒച്ച എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ റൂമിൽ എല്ലാം ഒതുക്കി വെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ആരുടെയും ഇഷ്ടങ്ങൾ കളയാനോ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് തടസ്സമായിട്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഈ മുറി എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ ഈ മുറി വേണം. അതുപോലെ അലമാരിലെ ഡ്രസ്സൊക്കെ ആണെങ്കിലും നീറ്റാക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് അങ്ങ് ദഹിക്കുന്നില്ല. സച്ചിക്കാണ് ഭയങ്കര ദേഷ്യം. സച്ചി ചുമ്മാ കിടന്ന് ഒച്ചപ്പുകളും ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് രേവതി ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ കുറേ പറഞ്ഞു രേവതിയും തിരിച്ച്, പക്ഷേ സച്ചി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സച്ചിക്ക് മുന്നിൽ നിൽക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമോ നമ്മുടെ രേവതി, അതിനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു മൊത്തത്തിൽ കല്യാണം കഴിഞ്ഞ അന്ന് ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ആ പാവത്തിൻ്റെ ദുരിതവും കണ്ണുനീരും മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ നല്ലത് പറയണ്ട, എന്നാലും കുറ്റപ്പെടുത്താതെയും അമ്മയുടെ അടിയും ആട്ടും തുപ്പും കൊള്ളിക്കാതെയെങ്കിലും ഇരുന്നൂടെ. അതും നമ്മുടെ സച്ചി ചെയ്യുന്നില്ല. ആകെപ്പാടെ ആ വീട്ടിൽ രേവതിക്കൊരു സമാധാനമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ രവിയേട്ടനാണ്. അദ്ദേഹം ഏത് നേരം ഇപ്പോൾ തലയിട്ടുകൊണ്ടിരിക്കുകയല്ലോ കാര്യങ്ങളിലൊക്കെ. എന്തായാലും അച്ചമ്മ ഇവരെ കുറച്ച് ദിവസത്തേക്ക് തറവാട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലണം, അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. പക്ഷെ അതിന് സച്ചി പോവുകയില്ല, ഈ പറയുന്ന അമ്മ വിടത്തുമില്ല. അപ്പോൾ അതിൻ്റെ നടുവിൽ കിടന്ന് വീണ്ടും നമ്മുടെ രേവതിക്ക് കഷ്ടകാലവും ദുരിതവും തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.
തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസ കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.